നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഏഷ്യൻ കപ്പിൽ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സൗദി അറേബ്യ പരാജയം രുചിച്ചിരുന്നു. സൗത്ത് കൊറിയയായിരുന്നു സൗദി അറേബ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കിയത്. അതായത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സൗത്ത് കൊറിയ വിജയിക്കുകയായിരുന്നു. സൗദി അറേബ്യയുടെ 2 താരങ്ങൾ പെനാൽറ്റി നഷ്ടമാക്കിയത് അവർക്ക് തിരിച്ചടിയായി. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. അതായത് സൗദിയുടെ 2 താരങ്ങൾ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതോടുകൂടി അവരുടെ പരിശീലകനായ റോബർട്ടോ മാൻസിനി കളിക്കളം വിടുകയായിരുന്നു. മത്സരം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതിന്റെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേട്ടു. താരങ്ങളെ ആശ്വസിപ്പിക്കാൻ പോലും ഈ പരിശീലകൻ മുതിർന്നില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ മത്സരം അവസാനിക്കുന്നതിന് മുന്നേ കളിക്കളം വിട്ടതിൽ മാൻസിനി വിശദീകരണം നൽകുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് മത്സരം അവസാനിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ മൂലമാണ് താൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു പോയത് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രവൃത്തിയിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആവേശകരമായ ഒരു മത്സരത്തിനൊടുവിലാണ് സൗത്ത് കൊറിയ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത്. തജിക്കിസ്ഥാനും ജോർദാനും തമ്മിൽ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയയും ഇതേ സൗത്ത് കൊറിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക. അതേസമയം ആതിഥേയരായ ഖത്തറിന്റെ എതിരാളികൾ ഉസ്ബെക്കിസ്ഥാനാണ്. ഇനി 2 പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. ഇറാനും സിറിയയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബഹ്റൈനും ജപ്പാനും തമ്മിൽ മാറ്റുരക്കുന്നുണ്ട്. ഈ മത്സരങ്ങളിലെ വിജയികൾ പരസ്പരമാണ് 4ാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.